നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ ഡിസംബർ 10-ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് വ്യാപകമായി പിഴ ചുമത്തുന്നതിന് എതിരെയാണ് സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതെന്ന് ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരിവാരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഡിസംബർ 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ ഏകപക്ഷീയമായി സത്യാവസ്ഥ അറിയാതെ ഫോട്ടോ എടുത്ത് അമിത ഫൈൻ ഈടാക്കി പീഡിപ്പിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിസംബർ 10-ന് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സൂചനയായി ഒരു ദിവസം സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ബസ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്യായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ഡിസംബർ 18 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനും തീരുമാനിച്ചതായി ജനറൽ കൺവീനർ രാജ്കുമാർ കരിവാരത്ത് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ ഇതിനി തുടർന്ന് നമുക്ക് ഇത്തരത്തെ രീതിയിൽ ഫൈൻ ഈടാക്കി വ്യവസായം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ വ്യവസായത്തിൻ്റെ സ്ഥിതി നമുക്കൊക്കെ അറിയുന്നതാണ്. അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടി മുട്ടിയിട്ടാണ് കേരളത്തിലെ ബസ് ഉടമകൾ കാലം കഴിച്ചു കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ മനസ്സിലാക്കാം, 2250 ബസ്സുകൾ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ 800-ലും ചുരുങ്ങി 750 ബസ്സുകളോളമായി. ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 10-ാം തീയതി ഈ നടപടിയുമായി തുടർന്നു വരികയാണെങ്കിൽ ഈ ഡിസംബർ 10-ാം തീയതി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഒരു ദിവസത്തേക്ക് സൂചനയായി ബസ്സുകൾ നിർത്തിവെക്കാൻ, അതിനുശേഷവും പരിഹാരമായില്ലെങ്കിൽ ഡിസംബർ 18-ാം തീയതിയിലേക്ക് അനിശ്ചിതകാലത്തേക്ക് കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ നിർത്തിവെക്കാനാണ് ഇന്നലെ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചത്. തോട്ടട നടാൽ NH66 റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലെ ഉറപ്പിന്റെ ഭാഗമായാണ് ബസ് ഉടമകളും ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ സമരം പിൻവലിച്ചത്. എന്നാൽ തീരുമാനത്തിൽ നിന്നും അധികൃതർ പിന്മാറുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും OKUP സ്കൂളിനടുത്ത് അണ്ടർപാസ് നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി വീണ്ടും മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമെന്നും രാജ്കുമാർ പറഞ്ഞു. ഭാരവാഹികളായ K. ഗംഗാധരൻ, P.K. പവിത്രൻ, KP മുരളി, TM സുധാകരൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.